ഹലോ ഗൈസ്, ഇത് ഗാലക്സി S25. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയെ കുറിച്ച് പറയാണ്. ഇതിപ്പോൾ നമ്മുടെ S24 വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഈ സൈഡും മെറ്റലും ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. സോ ഈ ടൈപ്പ് സി പോർട്ട് ആണെങ്കിലും ശരി, ഇതിൻ്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി ആണെങ്കിലും ശരി, അത്യാവശ്യം നല്ലൊരു രസമുണ്ട് ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചുകൂടെ ഒരു iPhone 16 പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു നല്ല രസമുണ്ട്. ഇപ്പം ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം ഡിവൈസ് ഹോൾഡ് ചെയ്യുന്നുള്ളൊരു ഫീൽ ഉണ്ട്. S24 വെച്ച് കമ്പയർ ചെയ്യുമ്പം S24 കുറച്ചുകൂടെ പോളിഷ് ഡിസൈൻ ആയതുകൊണ്ടും ഇതിൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ടും ഒരു രസമുണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. iPhone 16 പോലെയൊക്കെ തന്നെ. പക്ഷെ അപ്പോഴും iPhone 16 നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റൗണ്ട് കോർണർ വരുന്നത് കാരണം iPhone 16 ആയിരിക്കും കുറച്ചുകൂടെ ഒരു ഹോൾഡ് ചെയ്യാൻ ഒരു സുഖം കൂടുതൽ. കാരണം ആ ഒരു റൗണ്ട്നെസ് ഉള്ളതുകൊണ്ടും എഡ്ജസിലൊക്കെ കുറച്ചുകൂടെ കയറ് കൊടുത്തിട്ടുള്ളത് കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് ഞാൻ ഇതിന്റെ പെർഫോമിനെ കുറിച്ച് പറയാം. അത് ആദ്യം നമ്മൾ BGMI ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സെറ്റിംഗ്സ് കാണുന്നുണ്ട്, ഗ്രാഫിക്സ്, സ്മൂത്ത്, എക്സ്ട്രീം സെറ്റിംഗ്സ് ആണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, ഫോൺ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 37.34 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഇതിന്റെ ബാക്ക് സൈഡും കൂടെ കാണിച്ചു തരാം. 38 ഇത്. ഓക്കെ, ഇത് ഗെയിം കളിക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. ഇനി ഗെയിം കളിച്ചതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഒരു 10 മിനിറ്റോളം ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാക്സിമം ടെമ്പറേച്ചർ വരുന്ന ഒരു 40 ഡിഗ്രി അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട്. ഇത് S24 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സിനോസിനേക്കാളും ഏകദേശം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഈ ഒരു ഹൈ ഇതിൽ കളിക്കുമ്പോഴത്തേക്ക്. പക്ഷേ ലോങ് അവേഴ്സ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എനിക്കുള്ള ടൈം കിട്ടിയിട്ടില്ല. ഒരു 10 മിനിറ്റ്സോളൊക്കെ ഉള്ള ഒരു ഗെയിം, 10-20 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ വരെയൊക്കെ ആകുമ്പോഴത്തേക്കൊന്നും ഇത് വലിയ പ്രോബ്ലം വരുന്നില്ല. നല്ല ഒരു ഗെയിമിങ്ങിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ iPhone 16 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 120 FPS കളിക്കാൻ പറ്റും. iPhone 16 ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ CPU കേപ്പബിൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റിൽ ലിമിറ്റഡ് ആയിരിക്കും. സോ അറിയാമല്ലോ, BGMI പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിം 120 FPS തന്നെ കളിച്ചാലേ നമുക്ക് ആ ഒരു മാക്സിമം ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാക്സിമം നല്ലൊരു പെർഫോമൻസ് ആണ്. S24 വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഹീറ്റിംഗ് ഒന്നും വലുതായിട്ട് വരുന്നില്ല. എക്സിനോസിൻ്റെ പോലെ എല്ലാത്തുകൊണ്ട് നല്ല എഫിഷ്യൻസിയും ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതാണ് ഇതിന്റെ ഒരു പെർഫോമൻസിന്റെ സ്കോർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ബെസ്റ്റ് ലൂപ്പും ലോവസ്റ്റ് ലൂപ്പും വരുന്നത് 3D മാർക്കിനകത്ത് വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റിലാണ്. ഒരു 20 മിനിറ്റോളം ഹെവി ഗ്രാഫിക്സിലുള്ള ഒരു ടെസ്റ്റിൽ നടന്നതിലുള്ള സ്കോറാണ് കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പം S24 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് നമുക്ക് iPhone 16 ഉള്ള ഒരു ഇത് വരുന്നുണ്ട്. സ്റ്റെബിലിറ്റി 61.5% ആണ് കാണിക്കുന്നത്. iPhone 16 ഇതേപോലത്തെ പെർഫോമൻസ് തന്നെയാണ്. 3000 റേഞ്ചിൽ തന്നെയാണ് ഗെയിമിംഗ് കിട്ടുന്നത്. സോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ iPhone 16 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും S25 ആണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 120 FPS കിട്ടുന്നുണ്ട്, മറ്റൊരു കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ S24 തന്നെ സെൻസറുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിലും സ്നാപ്ഡ്രാഗണിന് ആക്ച്വലി പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് ആക്ച്വലി പ്രോസസ്സിംഗ് ലാഗും കാര്യങ്ങളൊക്കെ കുറെ കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഗാലറിയിൽ വരുമ്പോൾ ഉള്ള പ്രോസസ്സിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ്ട് ഒരു ഫോട്ടോ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഇത് HDR ഒരു ഇതും ആക്ച്വലി കുറച്ചുകൂടെ നമുക്ക് S24 വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്നാപ്ഡ്രാഗൺ വരുന്ന ഒരു പ്രോസസ്സർ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയിൽ ആക്ച്വലി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പോൾ S24 S25 ആണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് S24 ആണ്, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് S25 ആണ്. അപ്പം ഇതിൽ S24 ആക്ച്വലി ഷാഡോസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഹൈലൈറ്റ്സിനകത്ത് എന്തെങ്കിലും ഡീറ്റെയിലുകളൊക്കെ കുറച്ച് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ S25 എടുത്തത് നമുക്ക് ഷാഡോ ആക്ച്വലി കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് രണ്ട് രീതിയിൽ പ്രോസസ്സ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഡീറ്റെയിൽസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കൊക്കെ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു സാധനം എക്സിനോസിനേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിലിൽ ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോനും വരില്ല, ചില ഫോട്ടോയിലൊക്കെ റാൻഡമായിട്ട് ഒരു സാധനം വരാറുണ്ട്. ഡീറ്റെയിലിന്റെ ഒരു ഡിഫറൻസ് ആണ് പ്രോസസ്സിങ്ങിന്റെ. എക്സിനോസിനേക്കാളും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് സ്നാപ്ഡ്രാഗൺ. അപ്പോൾ ഫോട്ടോ എടുക്കാനും ആക്ച്വലി നമ്മുടെ S24 രണ്ട് സിമിലർ ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യത്യാസം വരും പിക്സൽ ലെവലിൽ. അപ്പം ആക്ച്വലി എൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള റിവ്യൂ ആണ്. കുറച്ച് നേരമുള്ള ഒരു ടെസ്റ്റിൽ തന്നെ എനിക്ക് ഏകദേശം ഡിഫറൻസ് എന്ന് പറയുമ്പം സാംസങ്ങിൻ്റെ S24 ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണിത്. പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കുമ്പം നമ്മൾ സാംസങ് ഇപ്പം ഐഫോൺ പോലെ പ്രീമിയം ലെവലിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നും. എന്നാലും
നമ്മൾ ആ ഒരു റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർലി പെർഫോമൻസ് മാത്രം നോക്കണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അല്ല, സാംസങ്ങിന്റെ ഇക്കോ സിസ്റ്റം ഇതേപോലത്തെ ഒരു നല്ലൊരു ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറ, മീൻസ് ഈ പ്രൈസ് റേഞ്ചിൽ നോക്കാൻ പോകും. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ആണ് ക്യാമറയുടെ ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ വിവോയുടെ X200 ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രോ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വേറെ ഉണ്ട്. പിന്നെ ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഐഫോൺ 16 ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇത്. പക്ഷേ പ്രൈസ് വരുമ്പോൾ ഒരു 10,000 ഡിഫറൻസ് വരും തോന്നുന്നു. ഐഫോൺ 16 10,000 കുറച്ച് കിട്ടും നിങ്ങൾക്ക്. ഓഫറൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മേടിച്ചാൽ നിങ്ങൾക്ക് ഇത് ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്. സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്.